المساء وإذا أمسيت فلا تحدث نفسك بالصباح നീ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത്. വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത്. വഇദാ അംസൈത ഫലാ തുഹദ്ദിഥു നഫ്സക ബിസ്സബാഹ് വൈകുന്നേരം വരെ നീ ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൊണ്ട്, വൈകുന്നേരം വരെ നിനക്ക് ആരോഗ്യമുണ്ട് എന്നതുകൊണ്ട്, വൈകുന്നേരം വരെ നീ ആരോഗ്യവാനാണ് എന്നതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ നീ ആരോഗ്യവാനായി എഴുന്നേൽക്കുമെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ കഴിയൂല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് ഫഖുദ് മിൻ ഹയാതിക ഖബ്ല മൗതിക വസിഹതിക ഖബ്ല സലമിക ഫഇന്നക ലാ തദ്രി മസ്മുക ഗദാ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, ഖുദ് മിൻ ഹയാതിക ഖബ്ല മൗതിക വസിഹതിക ഖബ്ല സഖബിക. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതകാലം നീ ഉപയോഗപ്പെടുത്തണം. വസിഹതിക ഖബ്ല സഖബിക, ആരോഗ്യമുള്ള സമയം നീ രോഗിയാകുന്നതിന്റെ മുമ്പ് ഉപയോഗപ്പെടുത്തണം. ഇന്നക ലാ തദ്രി മസ്മുക ഗദാ, അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ജനങ്ങൾ നിന്നെ എന്ത് വിളിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഈ ഒരു ഓർമ്മ മനുഷ്യനെപ്പോഴും വേണം. ഈമാനുള്ള വിശ്വാസികളെ അടുത്ത നിമിഷം എന്റെ പേരെന്താണെന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. മോനെ, ആ കുട്ടീനെ എന്റെ പേരെന്താ? എന്റെ പേരെന്താ? പേര് പേര് പേരറിയില്ലേ? ആ, കൈപ്പിരിവിന് വേണ്ടി എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പേര് കേൾക്കുന്നില്ല. പേരെന്താ? പേര് പേര് സഹൽ. അൽഹംദുലില്ലാഹ്, നല്ല പേരാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കുട്ടിയെ അല്ലാഹു തആല കുട്ടിയെ ബാപ്പക്കും ഉമ്മക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു മകനായി അല്ലാഹു തആല കുട്ടിയെ മാറ്റി കൊടുക്കട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള മക്കളാക്കി തരട്ടെ. ചോദിച്ചു നോക്കൂ, മോനെ, നിനക്ക് പാപ്പ പേര് വെക്കുമ്പോ ഒരുപാട് ആളുകളോട് ചോദിച്ചില്ലേ പേര് വെക്കുമ്പോ? നീ കണ്ടോ? ഇല്ല. പക്ഷെ കുട്ടി മറ്റുള്ള ആളുകൾക്ക് പേര് വെക്കുന്നത് കണ്ട് മനസ്സിലാക്കി. എന്റെ വാപ്പയും പേര് വെക്കുമ്പോ പലരോടും ചോദിച്ചിട്ടാ പേര് വെച്ചത് അല്ലേ? പേര് വെക്കുമ്പോ പലരോടും മുഷാവറ ചെയ്തിട്ടാ പേര് വെക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മുക്കം ഭാഗത്തുണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിലും പുതുതായി തുടങ്ങരുത്. ഈ ഏരിയകളിലൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. പുതിയ ഒരു സ്വഭാവം, പുതിയ ഒരു നടപ്പ്. എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്ന് ചിന്തിക്കുന്ന ചില ഒറ്റപ്പെട്ട ചില ആളുകൾ. അതുകൊണ്ടാണ് അവർക്ക് മുൻഗാമികളുടെ പേരുകളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മതിയാകൂല. ലോകത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ ഒരു ഭാഷയിലില്ലാത്ത കുറെ പദങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാ ഉസ്താദുമാരെയും വിളിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ, ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്. അബ്ദുറഹ്മാൻ എന്ന പേരാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരാണ്. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ്. ഇന്ന് ഏറ്റവും നല്ലൊരു പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ പലരുടെയും പ്രതികരണം അത് പഴഞ്ചൻ പേരല്ലേ എന്നാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുന്ന് പറഞ്ഞതാണ്, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. ഇതാണ് ഏറ്റവും അഫ്ളലായ പേര്. പക്ഷേ പലരും പേര് വെക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ആ പേരാകും എന്റെ കുട്ടിക്കൊരു ബർക്കത്താകും എന്ന് ചിന്തിച്ച് പേര് വെക്കാൻ പലരും തയ്യാറല്ല. ഇവിടെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ചിന്ത ആ ഒരു നിലക്ക് എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്തൊരാൾക്കില്ലാത്ത പേരാകണം എന്നൊരാശയം എവിടെ നിന്നാണത് വന്നത് എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയ പേരുകൾ വലിയ ബഹുമാനമുള്ള പേരാണ്. അതിന്റെ കൂടെ ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ ഉന്നതമായ അസ്മാഉൽ ഹുസ്നയോട് അബ്ദി എന്ന് ചേർത്ത് വെക്കുന്ന പേരുകൾ, ആ പേരുകൾ വലിയ ബഹുമാനമുള്ളതാണ്. പക്ഷേ ഇതൊന്നും പലർക്കും പിടിക്കൂല. ഇനിയോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ബഹുമാനമുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കൂടെ പിന്നെ എന്തെങ്കിലും വേണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരുകളുണ്ട്. ആയിരക്കണക്കിന് പേരുകൾ പറഞ്ഞ മഹാന്മാരുണ്ട്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് അബ്ദുല്ലാഹ്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞൊരു പേരാണ് അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പന്റെ പേരും അബ്ദുല്ലാഹ് എന്നാണ്. ബാപ്പന്റെ പേരും മകന്റെ പേരും ഒന്നാകുന്നത് തെറ്റൊന്നുമല്ല. അബ്ദുല്ലാഹ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ,